ഒരു കാലത്ത് കോമഡി കഥാപാത്രങ്ങളിലൂടെ മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ച നടൻ പിന്നീട് സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞു. പക്ഷേ ഇന്ന് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സ്വഭാവ നടന്മാരിൽ ഒരാളായി വീണ്ടും ഉയർന്നു. എങ്ങനെയാണ് ഈ അത്ഭുതകരമായ തിരിച്ചുവരവ് സാധ്യമായത്? ഇന്നത്തെ വീഡിയോയിൽ അതാണ് നമുക്ക് വിശദമായി നോക്കാനുള്ളത്. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജഗദീഷ് എങ്ങനെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ കംബാക്ക് നടത്തിയ നടന്മാരിൽ ഒരാളായി മാറി എന്നതിനെക്കുറിച്ചാണ്. ഒരു കോമഡി നടനിൽ നിന്ന് മികച്ച ക്യാരക്ടർ ആക്ടർ എന്ന നിലയിലേക്ക് അദ്ദേഹം എങ്ങനെ വളർന്നു എന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ജഗദീഷിൻ്റെ സിനിമയിലെ തുടക്കകാലം എങ്ങനെയായിരുന്നെന്ന് നോക്കാം. 1980കളുടെ അവസാനത്തിലും 1990കളിലും ജഗദീഷ് മലയാള സിനിമയിലെ ഏറ്റവും തിരക്കേറിയ നടന്മാരിൽ ഒരാളായിരുന്നു. കോമഡി, ഫാമിലി എൻ്റർടൈനർ, റൊമാൻറ്റിക് റോൾസ് എന്ത് കഥാപാത്രവും അദ്ദേഹം വളരെ സ്വാഭാവികമായി അവതരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറിയും ഫേഷ്യൽ എക്സ്പ്രഷൻസും മലയാളികൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അദ്ദേഹം കുടുംബ പ്രേക്ഷകരുടെ പ്രിയ നടനായി മാറിയത്. പക്ഷേ സിനിമ മാറി, പുതിയ തലമുറ നടന്മാർ എത്തി, കോമഡിയുടെ ശൈലിയും മാറി. ഇതോടെ ജഗദീഷിന് ലഭിച്ച അവസരങ്ങളും കുറയാൻ തുടങ്ങി. ഒരു കാലത്ത് തുടർച്ചയായി സിനിമകൾ ചെയ്തിരുന്ന അദ്ദേഹം പിന്നീട് കുറച്ച് ചിത്രങ്ങളിൽ മാത്രമായി ഒതുങ്ങി. എന്നാൽ ജഗദീഷ് അവിടെ നിർത്തിയില്ല. നായകവേഷങ്ങൾ മാത്രം ചെയ്യണമെന്ന ചിന്ത മാറ്റി ക്യാരക്ടർ റോൾസ് സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായി. ഈ തീരുമാനമാണ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റായത്. പിന്നീട് വന്ന സിനിമകളിൽ ജഗദീഷ് വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു. ഗൗരവമുള്ള കഥാപാത്രങ്ങൾ, വികാരഭരിതമായ കഥാപാത്രങ്ങൾ, ജീവിതത്തോട് അടുത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങൾ. ഇവയിലൂടെ അദ്ദേഹം ഒരു മികച്ച നടനാണെന്ന് വീണ്ടും തെളിയിച്ചു. പ്രേക്ഷകരും വിമർശകരും അദ്ദേഹത്തിൻ്റെ അഭിനയത്തെ പ്രശംസിച്ചു. എന്തുകൊണ്ടാണ് ജഗദീഷിൻ്റെ തിരിച്ചുവരവ് വിജയകരമായതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്, അദ്ദേഹം കാലത്തിനനുസരിച്ച് മാറാൻ തയ്യാറായി. രണ്ടാമത്, കഥാപാത്രങ്ങൾക്ക് മുൻഗണന നൽകി. മൂന്നാമത്, അഭിനയത്തിലെ പക്വത ഓരോ സിനിമയിലും പ്രകടമായി. അതുകൊണ്ടാണ് ഇന്നത്തെ ജഗദീഷിനെ ഒരു കോമഡി ആക്ടർ എന്നതിലുപരി ഒരു കംപ്ലീറ്റ് പെർഫോമർ എന്ന നിലയിൽ ആളുകൾ കാണുന്നത്. ഒരു നടൻ്റെ വിജയത്തിന് കഴിവ് മാത്രം പോരാ, കാലത്തിനനുസരിച്ച് സ്വയം മാറാനും പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാനും കഴിയണം. ജഗദീഷിൻ്റെ സിനിമാ യാത്ര അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. അതിനാലാണ് ഇന്ന് അദ്ദേഹം മലയാള സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയമായ കംബാക്ക് സ്റ്റോറീസിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ജഗദീഷിൻ്റെ സിനിമ ഏതാണെന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.